വാട്ട് ഈസ് ട്രയാങ്കിൾ ഡിവിഷൻ? ട്രയാങ്കിൾ ഡിവിഷൻ എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു ട്രയാങ്കിളിൻ്റെ ഒരു വേർട്ടെക്സിൽ നിന്ന് അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലോട്ട് വരയ്ക്കുന്ന ഒരു ലൈൻ സെഗ്മെൻറ്റ് ആ ട്രയാങ്കിളിനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യും. അതാണ് ട്രയാങ്കിൾ ഡിവിഷൻ. ഫോർ എക്സാമ്പിൾ, ഈ തന്നിരിക്കുന്ന ട്രയാങ്കിളിൽ വേർട്ടെക്സ് എയിൽ നിന്ന് സൈഡ് ബി സിയിലോട്ട് പോകുന്ന ഒരു ലൈൻ സെഗ്മെൻ്റ് ആണ് എ ഡി. ആ ലൈൻ സെഗ്മെൻറ്റ് ഈ ട്രയാങ്കിൾ എ ബി സിയെ രണ്ട് ട്രയാങ്കിളായിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട് നമുക്ക് കാണാം. ട്രയാങ്കിൾ എ ബി ഡിയും ട്രയാങ്കിൾ എ സി ഡിയും. ഓക്കെ, അപ്പോൾ എ ഡി divides triangle ABC into triangle ABD and triangle ACD. ഇനി നമ്മൾ ഈ രണ്ട് ട്രയാങ്കിൾ എ ബി ഡിയുടെയും എ സി ഡിയുടെയും ഏരിയ കണ്ടുപിടിക്കാൻ പോകുന്നു. അപ്പോൾ ഫോർമുല ഫോർ ഏരിയ ഓഫ് എ ട്രയാങ്കിൾ is equal to half into base into height. അപ്പോൾ ഏരിയ ഓഫ് triangle ABD is equal to half into base 2 units, 2 into height 4 units, 4, that is equal to 4 units. Then area of triangle ACD is equal to half into 4 into 4, that is equal to 8 units. അപ്പോൾ നമുക്ക് എന്ത് കൺക്ലൂഡ് ചെയ്യാം? ഏരിയ ഓഫ് ട്രയാങ്കിൾ എ ബി ഡി ഇസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു ഏരിയ ഓഫ് ട്രയാങ്കിൾ എ സി ഡി, ഓർ വി ക്യാൻ ഓൾസോ റൈറ്റ് ഇറ്റ് ആസ് ഏരിയ ഓഫ് ട്രയാങ്കിൾ എ സി ഡി ഇസ് ഈക്വൽ ടു 2 ഇൻറ്റു ഏരിയ ഓഫ് ട്രയാങ്കിൾ എ ബി ഡി. അപ്പോൾ റേഷ്യോ ഓഫ് ട്രയാങ്കിൾസ്, ഈ രണ്ട് ട്രയാങ്കിളുടെ റേഷ്യോ എന്ത് വരും? റേഷ്യോ ഓഫ് ട്രയാങ്കിൾ ദാറ്റ് ഇസ് ഏരിയ ഓഫ് ട്രയാങ്കിൾ എ ബി ഡി ഇസ് ടു ഏരിയ ഓഫ് ട്രയാങ്കിൾ എ സി ഡി റേഷ്യോ വരുന്നത് 1:2 റേഷ്യോ വരും. സോ നമുക്ക് പറയാം, ഏത് റേഷ്യോയിലാണോ എ ഡി വന്ന് ബി സിയെ ഇൻ്റർസെക്റ്റ് ചെയ്യുന്നത് ആ റേഷ്യോയിൽ തന്നെ ആയിരിക്കും ട്രയാങ്കിൾ എ ബി ഡിയുടെയും ട്രയാങ്കിൾ എ സി ഡിയുടെയും ഏരിയ ഉണ്ടാവുക. അതായത് റേഷ്യോ ഓഫ് ഏരിയാസ് ഓഫ് ദി സ്മോളർ ട്രയാങ്കിൾസ് ഇസ് ഈക്വൽ ടു ദി റേഷ്യോ ഓഫ് ബി ഡി ആൻഡ് ഡി സി. അപ്പോൾ 2:4 റേഷ്യോ ബേസിന് വന്നപ്പോൾ 1:2 ആയി ബേസിൻ്റെയും ഏരിയയുടെയും റേഷ്യോ. അപ്പോൾ ഇവിടെ ഈ കേസിൽ 3യും 3യും ആണ് ബി ഡിയുടെയും ഡി സിയുടെയും ലെങ്ത്ത്. അപ്പോൾ ഏരിയയുടെ റേഷ്യോ എന്തായിരിക്കും? 1:1 ആയിരിക്കും. കാരണം ബി ഡിയും ഡി സിയും ഈക്വൽ ആണ്, 3 ആണ്. അപ്പോൾ അവരുടെ റേഷ്യോ 1:1 ആകുമ്പോൾ ഓട്ടോമാറ്റിക്കലി ദ റേഷ്യോ ഓഫ് ഏരിയാസ് വിൽ ബി 1:1. അതായത് എ ഡി, വെന്നെവർ എ ഡി ഇസ് എ ബൈസെക്ടർ എന്ന് പറഞ്ഞാൽ ബേസിനെ ഈക്വൽ ആയിട്ട് ഡിവൈഡ് ചെയ്യുന്ന ലൈൻ സെഗ്മെൻറ്റ്. വെന്നെവർ എ ഡി ഇസ് എ ബൈസെക്ടർ, ദെൻ ദി ട്രയാങ്കിൾ എ ബി ഡി ആൻഡ് ട്രയാങ്കിൾ എ സി ഡി ഹാവ് ഈക്വൽ ഏരിയാസ്. ഇനി നമുക്ക് ഒരു ആംഗിൾ ബൈസെക്ടർ എങ്ങനെയാണ് ട്രയാങ്കിൾ എ ബി സിയെ ഡിവൈഡ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. ഇവിടെ എ സി 4 സെൻറ്റിമീറ്റർ, ബി സി 5 സെൻറ്റിമീറ്റർ ആൻഡ് സി ബി 6 സെൻറ്റിമീറ്റർ. ഇവിടെ എ ഡി എന്ന് പറയുന്ന ലൈൻ സെഗ്മെൻ്റ് ആണ് ട്രയാങ്കിൾ എ ബി സിയുടെ ആംഗിൾ ബൈസെക്ടർ. ഇവിടെ ആംഗിൾ സി എ ഡിയും ബി എ ഡിയും ഈക്വൽ ആണ്. ആംഗിൾ സി എ ഡി ഇസ് ഈക്വൽ ടു ആംഗിൾ ബി എ ഡി. ഓക്കെ, ഇനി നമുക്ക് ഏരിയ കണ്ടുപിടിക്കാനായിട്ട് ഡിന്ന് എ ബിയിലോട്ട് ഒരു ഓൾട്ടിറ്റ്യൂഡ് വരച്ചു, ഡിന്ന് എ സിയിലോട്ടും ഒരു ഓൾട്ടിറ്റ്യൂഡ് വരച്ചു. ഇവിടെ ഇ, ഇത് എഫ്. അപ്പോൾ നമുക്ക് പറയാം ഡി ഇ എച്ച് ആണെന്ന് നമുക്ക് കൺസിഡർ ചെയ്യാം. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ഡി എഫും എച്ച് ആവും. കാരണം എന്താണെന്ന് പറഞ്ഞാൽ ഇവിടെ ആംഗിൾ ഇ 90 ഡിഗ്രി, ആംഗിൾ എഫ് 90 ഡിഗ്രി, ആംഗിൾ സി എ ഡിയും ബി എ ഡിയും സെയിം ആണെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു ആംഗിൾ ബൈസെക്ടർ ആയതുകൊണ്ട്. ഓൾസോ എ ഡി ഇസ് ദ ഹൈപ്പോട്ടന്യൂസ് ഫോർ ബോത്ത് ദി ട്രയാങ്കിൾസ്. സോ ഹൈപ്പോട്ടന്യൂസ് ഈക്വൽ ടു ഹൈപ്പോട്ടന്യൂസ്, അതുകൊണ്ട് എച്ച് സെയിം ആയിരിക്കും, ഹൈറ്റും സെയിം ആയിരിക്കും. അതായത് ഡി ഇ ഇസ് ഈക്വൽ ടു ഡി എഫ്, ഡി ഇ ഇസ് ഈക്വൽ ടു ഡി എഫ്. ഇനി നമുക്ക് ഏരിയ കണ്ടുപിടിക്കാം. Area of triangle ABD is equal to half into base into height is equal to half into base എത്ര 5, 5 into height നമ്മൾ h ആണെന്ന് പറഞ്ഞു, h ആയിട്ട് തന്നെ എടുത്തു. Then area of triangle ACD is equal to half into
4, ബേസ് 4 ആണ്, 4 ഇൻറ്റു എച്ച്. നമുക്കിനി റേഷ്യോ കണ്ടുപിടിക്കാം. റേഷ്യോ ഓഫ് ഏരിയാസ് ഓഫ് ട്രയാങ്കിൾ എ ബി ഡി is to and triangle ACD is equal to half into 5 into h is to half into 4 into h വരും. അപ്പോൾ എന്തായി? റേഷ്യോ എന്ന് പറഞ്ഞാൽ ഡിവിഷൻ ആണ്. അപ്പോൾ ഹാഫും കട്ടായി, എച്ചും കട്ടായി. അപ്പോൾ റേഷ്യോ ഓഫ് ബോത്ത് ദീസ് ട്രയാങ്കിൾസ് ഇസ് 5:4. ഇവിടെ 5 എന്താ? 5 AB ആണ്, 5 സെൻറ്റിമീറ്റർ ആണ് AB. Also AC is 4 centimeter. So we can say that the ratio in which the areas of the triangles divided by a angle bisector is equal to the ratio of the adjacent sides of the angle. അതായത് എയിൻ്റെ അഡ്ജസൻ്റ് ആയിട്ടുള്ള 2 സൈഡ്സിൻ്റെ റേഷ്യോ ആയിരിക്കും ട്രയാങ്കിൾ എ ബി ഡിയുടെയും ട്രയാങ്കിൾ എ സി ഡിയുടെയും റേഷ്യോ. ഓക്കെ, അപ്പം നമ്മൾ നേരത്തെ കണ്ട തിയറം എന്തായിരുന്നു? ട്രയാങ്കിൾ ഡിവിഷൻ്റെ അതെന്തായിരുന്നു? ഏരിയ ഓഫ് ദ റേഷ്യോ ഓഫ് ഏരിയാസ് ഓഫ് ദ ട്രയാങ്കിൾ ഇസ് ഈക്വൽ ടു ദി റേഷ്യോ ഇൻ വിച്ച് ദ ബേസ് ഇസ് ഡിവൈഡഡ്. അപ്പോൾ എ ബി ഡിയും എ സി ഡിയും 5:4 റേഷ്യോയിലാണ് ഡിവൈഡ് ചെയ്തത്. സോ വി ക്യാൻ സേ ദാറ്റ് റേഷ്യോ ഓഫ് ബി ഡി and CD is also equal to 5:4. BD is to CD is equal to 5:4. ഓക്കെ, നമുക്ക് ഇനിയും കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്യാം. ഇത് നിങ്ങളുടെ ടെക്സ്റ്റിലുള്ള ക്വസ്റ്റ്യൻസ് തന്നെയാണ്. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഇൻ ദി പിക്ചർ ബിലോ 2 lines are drawn from the top vertex of a triangle to the bottom side. Prove that the ratio in which these lines divide the length of the bottom side is equal to the ratio of the areas of 3 smaller triangles in the picture. Okay, so ഈ ക്വസ്റ്റ്യനിൽ ട്രയാങ്കിൾ എ ബി ഡി ആണ് ടെക്സ്റ്റിൽ ബ്ലൂ കളറിൽ കൊടുത്തേക്കുന്നത്, ട്രയാങ്കിൾ എ ഡി ഇ യെല്ലോ ആൻഡ് ട്രയാങ്കിൾ എ ഇ സി ഇൻ ഗ്രീൻ. നമുക്കിനി പ്രൂവ് ചെയ്യാനുള്ളത് എന്താ? ഈ 3 ട്രയാങ്കിളിൻ്റെ ഏരിയയുടെ റേഷ്യോയും ഈ ബേസസിൻ്റെ, അതായത് ബി ഡി ഡി ഇ ആൻഡ് ഇ സി ബേസസിൻ്റെ റേഷ്യോയും സെയിം ആണെന്നാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. നമുക്ക് എ പി ആണ് ഓൾട്ടിറ്റ്യൂഡ്. ഈ 3 ട്രയാങ്കിളിൻ്റെയും എ ബി ഡിയുടെയും എ ഡി ഇയുടെയും എ ഇ സിയുടെയും ഓൾട്ടിറ്റ്യൂഡ് എച്ച് ആണ്. നമുക്കപ്പോൾ ബി ഡി എക്സ് ആയിട്ടും ഡി ഇ വൈ ആയിട്ടും ഇ സി ഇസഡ് ആയിട്ടും എടുക്കാം. സോ ഏരിയ ഓഫ് ട്രയാങ്കിൾ എ ബി ഡി ഇസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു എക്സ് ഇൻറ്റു എച്ച്. എക്സ് ആണ് ബേസ്. സിമിലർലി ദാറ്റ് ഓഫ് എ ഡി ഇ ഇസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു വൈ ഇൻറ്റു എച്ച്. വൈ ഇസ് ദി ബേസ്. ഓൾസോ ഏരിയ ഓഫ് ട്രയാങ്കിൾ എ ഇ സി ഇസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു ഇസഡ് ഇൻറ്റു എച്ച്. അപ്പോൾ റേഷ്യോ ഓഫ് ഏരിയാസ്, ഈ 3 ട്രയാങ്കിളിൻ്റെയും ഏരിയയുടെ റേഷ്യോ എന്ന് പറയുന്നത് എന്താ? ഹാഫ് ഇൻറ്റു എക്സ് ഇൻറ്റു എച്ച് ഇസ് ടു ഹാഫ് ഇൻറ്റു വൈ ഇൻറ്റു എച്ച് ഇസ് ടു ഹാഫ് ഇൻറ്റു ഇസഡ് ഇൻറ്റു എച്ച്. ഹാഫും എച്ചും 3 ക്യാൻസൽ ആയിപ്പോവും. അപ്പോൾ റേഷ്യോ വന്നത് എക്സ് ഇസ് ടു വൈ ഇസ് ടു ഇസഡ്. സോ ദ റേഷ്യോ ഓഫ് ലെങ്സ് ഓഫ് ബേസസ് നമുക്കറിയാം. ബേസിൻ്റെ റേഷ്യോ എന്താ? എക്സ് ഇസ് ടു വൈ ഇസ് ടു ഇസഡ് ആണ്. അപ്പോൾ എന്തായി? നമുക്ക് പ്രൂവായി ഏരിയയുടെ റേഷ്യോയും ബേസിൻ്റെ ലെങ്ത്തിൻ്റെ റേഷ്യോയും സെയിം ആണെന്ന് നമുക്ക് പ്രൂവായി. ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ, in the picture below the top vertex of a triangle is joined to the midpoint of the bottom side of the triangle, and then the midpoint of this line is joined to other 2 vertices. Prove that the areas of all 4 triangles obtained thus are equal to a fourth area of the whole triangle. Okay, ഇനി സെക്കൻഡ് ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് എ ഡി ബി സി ഡിവൈഡ് ചെയ്യും. സോ ബി ഡി ഈക്വൽ ടു ഡി സി ആൻഡ് ബി ഇ ഓർ സി ഇ ഡിവൈഡ്സ് എ ഡി. സോ എ ഇ ഈക്വൽ ടു ഇ ഡി. അപ്പോൾ നമുക്ക് പ്രൂവ് ചെയ്യാനുള്ളത് ഈ 4 ട്രയാങ്കിളിൽ ഏതെങ്കിലും ഒരെണ്ണത്തിൻ്റെ ഏരിയ ഈ ട്രയാങ്കിൾ എ ബി സിയുടെ 1/4 ആണെന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ ഇത് ബൈസെക്ടർ ആയതുകൊണ്ട് ഈ എ ബി ഡിയുടെയും എ സി ഡിയുടെയും ഏരിയ സെയിം ആയിരിക്കും. ഇവിടെയും ബൈസെക്ട് ചെയ്യുന്നതുകൊണ്ട് ഏരിയ ഓഫ് ട്രയാങ്കിൾ എ ബി ഇ ഈക്വൽ ടു ഏരിയ ഓഫ് ട്രയാങ്കിൾ ബി ഇ ഡി. ഓൾസോ ഏരിയ ഓഫ് ട്രയാങ്കിൾ എ സി ഇ ഈക്വൽ ടു ഏരിയ ഓഫ് ട്രയാങ്കിൾ സി ഇ ഡി.
പക്ഷേ അപ്പോൾ നമുക്ക് കൺക്ലൂഡ് ചെയ്യാം ഈ നാല് ട്രയാങ്കിളുടെ ഏരിയയും സെയിമാണ്. പക്ഷേ ഇത് ആഡപ്പ് ചെയ്യുമ്പോൾ എന്തായി? ഏരിയ ഓഫ് ട്രയാങ്കിൾ എ ബി സി ആണ്. ഏരിയ ഓഫ് ട്രയാങ്കിൾ എ ബി സി ആണ് ഈ 4 ട്രയാങ്കിളും ആഡ് ചെയ്യുമ്പോൾ. സോ area of any one of the triangle is equal to 1/4 of area of triangle ABC. ഇനിയും മൂന്നാമത്തെ ക്വസ്റ്റ്യൻ രണ്ടാമത്തെ ചെയ്തതുപോലെ തന്നെയാണ് ചെയ്യേണ്ടത്. അതിൻ്റെ റേഷ്യോയുടെ വ്യത്യാസം മാത്രമേ വരുന്നുള്ളൂ. 2:1. അതായത് ഈ ഓരോ ട്രയാങ്കിൾസും വലിയ ട്രയാങ്കിളിൻ്റെ ഏരിയയുടെ 1/3 വരണം എന്നാണ് നമ്മൾ പ്രൂവ് ചെയ്യേണ്ടത്. നേരത്തെ ചെയ്ത പോലെ തന്നെ ചെയ്താൽ മതി. ഇനി ഫോർത്ത് ക്വസ്റ്റ്യൻ, പ്രൂവ് ദാറ്റ് ദ ലെങ്ത് ഓഫ് ദി പെർപെൻഡിക്കുലേഴ്സ് ഫ്രം എനി പോയിന്റ് ഓൺ ദി ബൈസെക്ടർ ഓഫ് എൻ ആംഗിൾ ടു ദി സൈഡ്സ് ആർ ഈക്വൽ. ഓക്കെ, ഇനി ഫോർത്ത് ക്വസ്റ്റ്യൻ. ഈ ക്വസ്റ്റ്യൻ ഭയങ്കര എളുപ്പമാണ്. ക്വസ്റ്റ്യൻ പറഞ്ഞേക്കുന്നത് AD ഒരു ആംഗിൾ ബൈസെക്ടർ ആണ്. അപ്പോൾ നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് എന്താണെന്ന് പറഞ്ഞാൽ ഈ ആംഗിൾ ബൈസെക്ടറിൽ നിന്ന് വരച്ചിരിക്കുന്ന AC-ലോട്ടും AB-ലോട്ടും വരച്ചിരിക്കുന്ന 2 ഓൾട്ടിറ്റ്യൂഡ്സിൻ്റെ ലെങ്ത് സെയിം ആണെന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ PE പെർപെൻഡിക്കുലർ ആണ്, PFും പെർപെൻഡിക്കുലർ ആണ്. സോ ഇവിടെ രണ്ടും 90 ഡിഗ്രി ആംഗിൾ വന്നു. ഓൾസോ ഇത് ആംഗിൾ ബൈസെക്ടർ ആണെന്ന് നമുക്കറിയാം. അപ്പോൾ ഈ ആംഗിൾ BADയും ആംഗിൾ CADയും ഈക്വൽ ആണ്. പിന്നെ PA 2 ട്രയാങ്കിൾ AFPയുടെയും AEPയുടെയും രണ്ടിൻ്റെയും ഹൈപ്പോട്ടന്യൂസ് ആണ് AP. അപ്പോൾ ഇവിടെ ഒരു ആംഗിൾ ഈക്വലായി, ഇവിടെ ഒരു ആംഗിൾ ഈക്വലായി, ഒരു സൈഡ് ഈക്വലായി. സോ വി കൻ സേ ദാറ്റ് PE is equal to PF. ഹെൻസ് ദി പ്രൂവ്. അപ്പോൾ ബാക്കിയുള്ള ക്വസ്റ്റ്യൻസും ടെക്സ്റ്റിലുള്ള ക്വസ്റ്റ്യൻസ് ഈ സെയിം പ്രോപ്പർട്ടീസ് വെച്ച് തന്നെ അപ്ലൈ ചെയ്ത് ചെയ്യേണ്ടതാണ്. സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ അത് ട്രൈ ചെയ്ത് നോക്കുക. താങ്ക് യു.